ഈ ക്രാമിംഗ് അല്ലെങ്കിൽ മാസ്റ്റർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് വരുന്ന 4 പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളൊരു സാധനം ഇങ്ങനെ വായിച്ച് അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ പഠിക്കുമ്പോൾ അതിന് നല്ല ടൈം എടുക്കും. റൈറ്റ്. രണ്ടാമത്താണ് ഇറ്റ് ഡസൻ ക്രിയേറ്റ് ഡ്യൂറബിൾ മെമ്മറി. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ക്രാം ചെയ്യുമ്പോൾ മെയിനായിട്ട് ഇൻഫർമേഷനൊക്കെ നമ്മൾ ഷോർട്ട് ടൈം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണുള്ളൂ, ലോങ് ടേമുക്ക് പോണില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ എന്താ വെച്ചാൽ ഇറ്റ് ക്രിയേറ്റ്സ് എൻ ഇല്യൂഷൻ ഓഫ് ഫ്ലുവൻസി. അതായത് ഒരേ ടെക്സ്റ്റ് തന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ വായിക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് നമുക്ക് ഫെമിലിയർ ആവും. അപ്പോൾ അതിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ആ ഒരു ടെക്സ്റ്റ് നമ്മൾ വായിച്ച് നമുക്ക് എന്താവും, വെള്ളം പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ആ സംഭവം നല്ലോണം അറിയാന്നുള്ളത്. ആസ് പെർ സെക്ഷൻ 139 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 എ പേഴ്സൺ ഷാൽ നോട്ട് ബി എലിജിബിൾ ടു ബി അപ്പോയിന്റ് ആസ് എൻ ഓഡിറ്റർ ഇഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലെന്താ പറയണം എന്നുള്ള കൺസെപ്റ്റ് ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. അതും ക്രാമിങ്ങിന്റെ ഒരു പ്രശ്നമാണ്. ഇനി നാലാമത്താണ് നമ്മൾ ഡ്യൂറബിൾ മെമ്മറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടൈമിൽ ഇത് റിവാർഡ് തരും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കൊരു ഇല്യൂഷൻ ഉണ്ടാവും ഇത് നല്ല സംഭവമാണെന്നുള്ളത്. അതായത് ഇപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഫുള്ള് ഉറക്കം വെച്ചാണ്ട് കുറേ സംഭവം പഠിച്ചു, അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഫുള്ള് പഠിച്ചു എന്നുണ്ടെങ്കിൽ നാളെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ എക്സാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ക്രാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണെന്നുള്ളത്, നല്ല ഉപകാരം ഉണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഒരു എക്സാം കഴിയുന്നതോടുകൂടി കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനമൊക്കെ നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ടാവും.